നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമുക്കറിയാം അശോക് കുമാർ IAS അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അതും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്തിനായിരിക്കാം ഈ ഒരു നിയമനം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. പ്രത്യക്ഷത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ പിന്നോട്ടടിച്ച മുഖ്യമന്ത്രിയുടെ അഴിമതിയെക്കുറിച്ചും ധൂർത്തിനെക്കുറിച്ചുമൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് നടപടി നേരിട്ട ഒരു വ്യക്തിയാണ് അശോക് കുമാർ IAS. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുക എന്നുള്ളത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ പിണറായി വിജയൻ ആയിരുന്നോ ആദ്യമായി അശോക് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നത്? എന്നാൽ അല്ല. ഇതിനു മുൻപ് ഇവരൊക്കെ പുണ്യാളനെന്ന് വാഴ്ത്തിപ്പാടുന്ന ഒരു മഹാനുണ്ടല്ലോ, അതായത് ഈ മനുഷ്യൻ സത്യമായി നീതിമാനായിരുന്നു എന്ന് കല്ലറയിൽ ആലേഖനം ചെയ്യപ്പെട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പുണ്യാത്മാവ്, അതെ, നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹമായിരുന്നു അശോക് കുമാറിനെതിരെ നടപടി നിരന്തരം സ്വീകരിച്ചുകൊണ്ടേയിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു തവണയായിരിക്കും നടപടി ഉണ്ടായിട്ടുണ്ടാവുക എന്ന്. എന്നാൽ അങ്ങനെയല്ല, 1-2 തവണയൊക്കെ നടപടി ഉണ്ടാകുകയും ഒടുവിൽ ഈ മുഖ്യമന്ത്രിക്കെതിരായി, അതായത് അന്നത്തെ സർക്കാരിനെതിരായി, അന്ന് VD സതീശൻ മന്ത്രിസഭയിലില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ അന്ന് ഈ മുഖ്യമന്ത്രിക്കെതിരായി സുപ്രീം കോടതി വരെ പോയ ഒരു ചരിത്രമുണ്ട് ഈ അശോക് കുമാർ എന്ന് പറയുന്ന ഒരു നേതാവിന്, ഒരു IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന് പഴയകാലത്തെ ഒരു SFIയുടെ യൂണിയൻ പ്രവർത്തനമൊക്കെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമായിട്ടുണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു തികഞ്ഞ നരേന്ദ്രമോദി ഭക്തനായിരുന്നു എന്നുള്ള വിവരം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഓരോന്നായി പറയാം. അതായത് ആദ്യമായി ഇദ്ദേഹത്തിനെതിരായി നടപടി ഉണ്ടാകുന്നത് 2011-ലാണ്. അതായത് 2011 സർവീസ് ചട്ടം ലംഘിച്ചു എന്നുള്ള പേരിൽ അന്ന് ഈ അശോക് കുമാർ വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ആ സർവീസ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായി 2011 ഒക്ടോബർ മാസം 21 നമ്മുടെ ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി, ഒരു നടപടി സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ ആ നടപടിയെ തുടർന്നിട്ട് അദ്ദേഹം നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ പോയി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉമ്മൻചാണ്ടിക്കെതിരായി ഒരു വലിയ വിധിയും സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് തിരിച്ച് സർവീസിൽ കയറിക്കൂടിയ ഒരു ചരിത്രമുണ്ട് ഈ നമ്മുടെ അശോക് കുമാർ എന്ന് പറയുന്ന IASകാരന്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കോളൂ. പിന്നീട് അതിനുശേഷം അദ്ദേഹം 2013 വിവാദപരമായ ഒരു ലേഖനം കേരള കൗമുദിയിൽ അദ്ദേഹം എഴുതുകയുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഏപ്രിൽ മാസത്തിൽ, അതായത് ശിവഗിരി ധർമ്മമീമാംസാ പരിഷത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അന്ന് നരേന്ദ്രമോദി 2013 നമുക്കറിയാം അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും ഈ പറയുന്ന ഗുജറാത്ത് കലാപവും ഒക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടേക്ക് വന്നതിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം അന്ന് എഴുതിയത് അദ്ദേഹം എന്താണ് വന്നാൽ എന്നാണ് ചോദിച്ചത്. അതായത് മോദി ശിവഗിരിയിൽ വന്നാൽ എന്ത് എന്നൊരു ചോദ്യത്തോടു കൂടി ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അങ്ങിങ്ങായി നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ വരാതിരുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നല്ല നിശ്ചിതമായി അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്, രാഷ്ട്രീയ വിവാദ വിഷയമാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ശിവഗിരിയിലേക്ക് വരുന്നതിനെതിരായി അന്ന് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ശക്തമായ സമര നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ഇതിനെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കേരളത്തിലെ എല്ലാവരും എതിർത്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം സർവീസിലിരിക്കെ സർവീസ് ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ വിവാദമായ ഒരു രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുക എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉമ്മൻചാണ്ടി ഈ അശോക് കുമാറിനെതിരെ വീണ്ടും നടപടി സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹം നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിലേക്ക് പോയി 2016, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോൾ അദ്ദേഹം അനുകൂലമായ വിധി സമ്പാദിച്ചുകൊണ്ട്, അതായത് 2016 ജനുവരി മാസം 19-ാം തീയതി ഈ പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എടുത്ത നടപടിക്ക് സ്റ്റേ വാങ്ങി തിരിച്ചു വരുന്നു. അപ്പോൾ പിണറായി വിജയൻ അല്ല ഏറ്റവും അധികം ഈ പറയുന്ന അശോക് കുമാർ എന്ന് പറയുന്ന ഒരു വിദ്വാനെ അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥനെ ഇങ്ങനെയിട്ട് വിരട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന VD സതീശനും റോജി M. ജോൺ അടക്കമുള്ള നേതാക്കന്മാർ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇനിയും എന്താ സംഭവം?
ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിന്റെ ഇവരെല്ലാവരും പുണ്യാളൻ എന്ന് വാഴ്ത്തിപ്പാടുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി നിരന്തരം നടപടി ദൂഷ്യത്തിന് നടപടി സ്വീകരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ ഇത് കഴിയുന്നതിന് മുൻപ് ഏകദേശം 21 ദിവസം പോലും ഒരു സർക്കാർ അധികാരമേറ്റ് 21 ദിവസം പോലും ആ സർക്കാരിന്റെ പ്രത്യേകത എന്താ? ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടി, അപ്പയ്ക്ക് നീതി കിട്ടി എന്നാണല്ലോ ഈ പറഞ്ഞ നമ്മുടെ ചാണ്ടി ഉമ്മൻ വാതോരാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ അപ്പ നടപടി ദൂഷ്യത്തിന്റെ പേരിൽ പല ആവർത്തി നടപടി സ്വീകരിച്ച ആ ഉദ്യോഗസ്ഥനെ തന്നെ വീണ്ടും 21-ാം പക്കം ഇവിടെ വലിച്ചു കയറ്റി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അവരോധിച്ചിരിക്കുന്നു. തുടർന്ന് ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് മനസ്സിലാവും. ഇവിടെ ഉമ്മൻചാണ്ടി നടപടി സ്വീകരിച്ച് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഘപരിവാർ ആശയമുള്ള ഗുജറാത്ത് കലാപത്തിൽ കുറ്റക്കാരനാണെന്ന് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി 2013 ശിവഗിരിയിൽ വന്നതിനെ എതിർത്തു, അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ പറയുന്ന അശോക് കുമാർ ലേഖനം എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ SFI യൂണിയന്റെ ഭാരവാഹിയൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം എന്താ ചെയ്തേ? അദ്ദേഹം ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പുകഴ്ത്തുകയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാക്കളെ വിരട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഈ പറയുന്ന നമ്മുടെ അശോക് കുമാറിനെ ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ തലപ്പത്തേക്ക് നിയമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് ഒരു കാവി ഉടുത്ത ഉദ്യോഗസ്ഥനാണ് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെടുന്നതാണ്. കാരണം അദ്ദേഹം എതിർത്തത് കോൺഗ്രസിനെയും CPM-നെയുമാണ്, എന്നാൽ അനുകൂലിച്ചതാകട്ടെ സംഘപരിവാറിസത്തെയുമാണ്. അപ്പോൾ സംഘപരിവാറിനെ അനുകൂലിച്ച് കോൺഗ്രസിനെ എതിർത്തുകൊണ്ട് ലേഖനം എഴുതിയ അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്കുമ്പോൾ ഇവിടെ തുടർന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരു, നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ BJP-യുടെ സീലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ പുറത്തിറക്കിയ രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നു എന്നുള്ളതും ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് അശോക് കുമാർ എന്ന് പറയുന്ന നരേന്ദ്രമോദി ശിവഗിരിയിൽ വരുന്നതിൽ കുഴപ്പമില്ല എന്ന് എഴുതുകയും ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചീത്ത പറയുകയും ചെയ്ത അദ്ദേഹം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നതും ഒരുപക്ഷെ ഏതൊക്കെയോ ഡീലിന്റെ ഭാഗമാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? ഇല്ലേ ഇല്ല. അതിനുശേഷം ഈ നമ്മുടെ ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളും സെനറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഘപരിവാറുകാരുടെ എണ്ണവും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെടാനാണ് സാധ്യത. അപ്പോൾ ഇതെല്ലാം ഒരു ഡീലിന്റെ ഭാഗമായിരുന്നു. മംഗലാപുര യാത്രയും രത്തൻ യു ഖേൽക്കറും അശോക് കുമാറും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊന്ന് ഊഹിച്ചുകൂടെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.